എറണാകുളം ലിസി ആശുപത്രിയിൽ രാത്രി 7:45 തുടങ്ങിയ ശസ്ത്രക്രിയ അർദ്ധരാത്രി 1:45 അവസാനിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള 48 മണിക്കൂർ തീവ്രപരിചരണ വിഭാഗത്തിലായിരിക്കും മാത്യു ആന്റണി കഴിയുക. ഹൃദയത്തിന്റെ വലത്തെ അറ പ്രവർത്തിച്ചു തുടങ്ങാനുള്ള സമയമാണിത്. ശസ്ത്രക്രിയ വിജയമായിരുന്നുവെന്ന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപുരം പറഞ്ഞു. നമ്മുടെ സർജറി കഴിഞ്ഞു, തിയേറ്ററിൽ നിന്ന് ICUവിൽ എത്തി, വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനിയുള്ള പ്രോഗ്രസ്സും നന്നായിട്ട് പോകുമെന്നാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കഴിഞ്ഞ ഒരു 12 മണിക്കൂർ 18 മണിക്കൂർ ദാതാവിൽ നിന്ന് വേർപെടുത്തിയ ഹൃദയം 4-5 മണിക്കൂറുകൾക്കകം രോഗിയിൽ വച്ചുപിടിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് തുടങ്ങേണ്ടതുണ്ട്. മാറ്റിവെച്ച ഹൃദയം 3 മണിക്കൂർ 48 മിനിറ്റകം മാത്യു ആന്റണിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. രണ്ടാം ഘട്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം യന്ത്രസഹായമില്ലാതെ ഹൃദയം തുടിച്ചു. 1:45 മാത്യു ആന്റണി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക്. തിരുവനന്തപുരം ശ്രീചിത്രയിൽ നിന്നും എയർപോർട്ടിലേക്ക് 10 മിനിറ്റ്. നാവികസേനയുടെ ഡോണിയർ വിമാനത്തിൽ 1 മണിക്കൂർ 10 മിനിറ്റ്. കൊച്ചി നേവൽ ബേസിൽ നിന്നും ലിസി ആശുപത്രിയിലേക്ക് 13 മിനിറ്റ്. പിന്നെ 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. ഇനി നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മാത്യു ആന്റണിക്ക്. ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം ഇർഷാദ് പടന, മീഡിയ 1 കൊച്ചി.